ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി മസാല കടലയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ഇതിനായി നമുക്ക് വേണ്ടത് കറി വെക്കുന്ന കടലയാണ് കേട്ടോ. ഈ കടല വെച്ചുകൊണ്ടാണ് നമ്മൾ മസാല കടല തയ്യാറാക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ ഈ സമയത്ത് കിറ്റുന്നൊക്കെ കിട്ടിയ കടല ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെള്ളത്തിലിട്ട് കുതിർത്തിയതിന് ശേഷം 3 കപ്പ് കടലയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 കപ്പും പിന്നെ കുറച്ചും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ കാണുന്ന പോലെ വെള്ളം ഒഴിച്ച് കൊടുത്തത് കേട്ടോ. ഇതിലേറെ കൂടരുത് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് ഇനി നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് ഒരു 4-5 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ 4-5 വിസിലൊക്കെ വന്ന് ഇതിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ തുറന്ന് നോക്കി. അപ്പോൾ നമ്മുടെ കടല വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം കേട്ടോ. ഇത് നല്ല പോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം. അതിനായി 1/4 കപ്പ് കടലമാവ്, അതുപോലെ തന്നെ 2-3 ടേബിൾ സ്പൂണ് അരിപ്പൊടി, 1.5 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി പേസ്റ്റ് മാത്രമാണ് കേട്ടോ. അത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ കടലയിൽ ഉപ്പിട്ടാണ് വേവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണ് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇത് നന്നായി യോജിപ്പിച്ച് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കടല ഇതിലേക്ക് ഇട്ട് കൊടുത്ത് യോജിപ്പിക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ കടലയുടെ എല്ലാ വശത്തേക്കും ആവുന്ന രൂപത്തിൽ വേണം യോജിപ്പിച്ചെടുക്കാൻ കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇത് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്ത കടലയാണ്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായി ഞാൻ ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിലൊന്ന് ചൂടായതിന് ശേഷം ഇനി നമുക്ക് കൈകൊണ്ട് ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ കൈ വെച്ച് ബുദ്ധിമുട്ടുള്ളവർക്ക് സ്പൂൺ കൊണ്ട് ഇട്ട് കൊടുത്താൽ മതി. എനിക്ക് കൈ വെച്ചിട്ടാണ് എളുപ്പമെന്ന് തോന്നി. അപ്പോൾ ഞാനിതുപോലെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഇട്ട് കൊടുക്കുന്ന സമയത്ത് 2-3 ഒക്കെ ഒരുമിച്ചായാലും കുഴപ്പമൊന്നുമില്ല. വേർതിരിച്ച് ഇട്ട് കൊടുത്താലും പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അതൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ഇട്ട് കൊടുത്ത് ആ ടൈമിൽ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കരുത് കേട്ടോ. 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്ത് അപ്പോൾ പെട്ടെന്ന് ഫ്രൈ ആയി വരും. നമ്മളിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇനി നമുക്ക് അടുത്തതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അടുത്തടുത്ത് ഇട്ട് കൊടുത്താൽ ഒരുപാട് പെട്ടെന്ന് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതും കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ വളരെ സിമ്പിളായ ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം.
അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത്